ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ ആർമി എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർക്കാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ആർമി അഗ്നിവീർ എക്സാമിനേഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫുൾ നോട്ടിഫിക്കേഷനെ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. 2024 ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ ആർമി എക്സാമിനേഷൻ, അതായത് 22 ഏപ്രിൽ 2023 മെയ് 2024 വരെ വിവിധ സെൻറ്ററുകളിൽ വെച്ച് നടത്തിയിട്ടുള്ള ഇന്ത്യൻ ആർമിയുടെ അഗ്നിവീർ ആർമി എക്സാമിനേഷൻ്റെ റിസൾട്ട് നിലവിൽ ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് കാണാൻ സാധിക്കുന്നതാണ്. നിലവിൽ ട്രിവാൻഡ്രം എയറുടെയും അതുപോലെ തന്നെ കാലിക്കറ്റ് എയറുടെയും റാലിയുടെ റിസൾട്ട് ഇതുവരെയും അനൗൺസ് ചെയ്തിട്ടില്ല. ഇന്ന് രാത്രിക്കോ അല്ലെങ്കിൽ നാളെ രാവിലെയായിട്ട് ഉടൻ തന്നെ റിസൾട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിലവിൽ വിവിധ എയറുകളുടെ റിസൾട്ട് ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പോൾ ചെക്ക് ചെയ്യാനുള്ള ഡയറക്റ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് ആ ഒരു ലിങ്ക് വഴി എളുപ്പത്തിൽ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുന്ന രീതി നോക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ARO ഏതാണോ ആ ഒരു AROയുടെ PDF എടുക്കുക. അതിൽ ഓരോ കാറ്റഗറി വൈസ്, അതായത് ജനറൽ ഡ്യൂട്ടി, നഴ്സിംഗ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ കാറ്റഗറീസ് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഏത് കാറ്റഗറിയിലേക്കാണ് അപ്ലൈ ചെയ്ത ആ ഒരു കാറ്റഗറിയുടെ ലിസ്റ്റ് എടുക്കുക. അതിനുശേഷം നിങ്ങളുടെ റോൾ നമ്പർ, നിങ്ങളുടെ എക്സാമിനേഷന് നൽകിയിട്ടുള്ള ആ ഒരു റോൾ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെ എളുപ്പത്തിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ കാറ്റഗറി എടുത്ത ശേഷം അതിനുശേഷം നിങ്ങളുടെ റോൾ നമ്പർ ആ ഒരു PDF ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ആ ഒരു PDF നിങ്ങളുടെ റോൾ നമ്പർ ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് അതുപോലെ തന്നെ മെഡിക്കൽ ടെസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. റിസൾട്ട് ചെക്ക് ചെയ്യാനുള്ള ഡയറക്റ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. പ്രധാനമായിട്ടും ഈ ഒരു കാര്യം ഷെയർ ചെയ്യുന്നതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വന്നേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.